ഹല്ലേലൂയ. 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുക. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവ് അങ്ങനെ പറയുന്നത്, പൗലോസും അങ്ങനെ പറയുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഇവിടെ നിന്ന് വായിച്ചാട്ടെ. 1 തെസ്സലോനിക്കർ 5-ന്റെ 1 മുതൽ. 1 തെസ്സലോനിക്കർ 5-ന്റെ 1 മുതൽ. കാലങ്ങളെയും സമയങ്ങളെ കുറിച്ച് നിങ്ങൾ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ പെട്ടെന്ന് നാശം വന്ന് സംഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവുന്നതുമല്ല. അവിടെ എന്താ കഴിഞ്ഞിരിക്കുന്ന? കള്ളൻ രാത്രിയിൽ വരും പോലെ. ഇവിടെ ആ ദിവസം കള്ളനെ പോലെ വരും. കള്ളൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി കള്ളനെ ഒരു പരുവാക്കാനായിട്ടുള്ള സകല സംവിധാനം കൂടി ഇരിക്കും, പറയാതെ വരുന്നത്. അതുപോലെ കർത്താവ് വരുന്നത് കർത്താവിന് അറിയത്തില്ല. പിതാവിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരിക്കുകയാണ് ആ ദിവസം. ഇവിടെ കർത്താവ് വരുന്നു എന്നൊക്കെ പല ദുരുപദേശികളും വെള്ളക്കാരും ഇന്ത്യക്കാരും എല്ലാവരും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അവരെല്ലാം ഫേക്ക് ന്യൂസാണ് നമുക്ക് തരുന്നത്. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരുമാണ്. അതാരും ശ്രദ്ധിക്കരുത്. അതാണ് നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. അവരെല്ലാം ആകാത്ത വേലക്കാരാണ്. ദൈവവചനം പഠിച്ച് പ്രസംഗിക്കുന്നവരാണ് യഥാർത്ഥ വേലക്കാർ. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ 2 പ്രധാന വാക്യങ്ങളാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. അന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ ഈ പഥ്യവചനം, പഥ്യോപദേശം അനുസരിച്ച് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കണം. ഈ പഥ്യവചനം, പഥ്യോപദേശം വിട്ടുകളഞ്ഞാൽ നമ്മൾ പോയി. സ്തോത്രം. ഈ പഥ്യവചനം, പഥ്യോപദേശം വിട്ടാൽ നമ്മൾ പോയി. പഥ്യവചനം, പഥ്യോപദേശം വിട്ടുകളഞ്ഞാൽ നമ്മൾ എന്തായി? നാശത്തിലേക്ക് പോയി. മനസ്സിലായോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനം, ഭക്തിക്കൊത്ത് ഉപദേശം അനുസരിച്ച് ജീവിച്ചോണം. അതെ, ഈ ഉപദേശം അനുസരിച്ച് നമ്മൾ ജീവിച്ചോണം. ഈ പഥ്യവചനം മുറുകെ പിടിക്കണം. നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അപ്പോസ്തലന്മാർ തന്ന വചനങ്ങളെ കാത്തുകൊള്ളണം. ആ വ്യവസ്ഥയെ നിൽക്കണം. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാനെടുത്തത് ദൈവത്തിൻ്റെ കൽപ്പന. 1 കൊരിന്ത്യർ 14:37 ഞാൻ 2-ാം പ്രാവശ്യം പറയുക. അത് അനുസരിക്കുന്നില്ലെങ്കിൽ അനുസരിക്കാതിരിക്കട്ടെ എന്നാ പൗലോസ് പറയുന്നത്. ഇനിയുള്ള സമയം വളരെ നിർണായകമായ സമയങ്ങളാണ്. അമേരിക്കയുടെ ന്യൂസ് ചില സമയത്ത് ഇറാനിലേക്ക് കൊടുക്കും. ഇനിയുള്ള ദിവസങ്ങൾ, നിമിഷങ്ങൾ നിങ്ങൾക്ക് നിർണായകമാണ് എന്ന് പറയുന്ന പോലെ ലോകത്തിന് നിർണായകമാണ് ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള മാസങ്ങൾ. മനുഷ്യന്റെ ആഗ്രഹങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല. ഉന്മൂലനാശം എന്ന് എഗേസ്കേൽ പ്രവാചകൻ പറയുന്നത് 1, 2, 3 ലോകമഹായുദ്ധത്തെക്കുറിച്ചാണ്. അത് 1, 2 ലോകമഹായുദ്ധം നടന്നു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മളെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും നടന്നു കഴിഞ്ഞു. സ്തോത്രം. ഇത് നടക്കാൻ പോകുന്നത് 3-ാം ലോകമഹായുദ്ധമാണ്. അതിനുള്ള സമയം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആരും അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. നമ്മൾ ആരും പക്ഷി കെണിയിൽപ്പെടുന്നത് പോലെ
മത്സ്യം വലയിൽ പെടുന്നത് പോലെ നമ്മളാരും പെട്ടുപോകരുതെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ. ഇവിടെ മനുഷ്യനുണ്ടാക്കുന്ന ഓരോ പ്രൊജക്റ്റുകൾ, ഓരോ കണക്കൂട്ടലുകൾ ഒന്നും നടക്കാൻ പോകുന്നില്ല. ക്രിസ്തുവിന് വേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഈ ലോകത്തിൻ്റെ മോഡിഫിക്കേഷൻ മുഴുവൻ അതിനു വേണ്ടിയാണ്. വളരെ മനോഹരമായ നിലയിലുള്ള പട്ടണങ്ങൾ രൂപപ്പെട്ടു വരുന്നത് സ്വത്രം കർത്താവിൻ്റെ വരവിന് മുൻപ് ഈ ലോകം ഒരുങ്ങുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണത്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും പൊട്ടന്മാരെ പോലെ ഇരിക്കരുത്. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അവസാന പീരീഡിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. മക്കൾക്ക് വേണ്ടി ഒത്തിരി വലിയ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാക്കി, പിണറായി വീണയ്ക്ക് വേണ്ടി ഒത്തിരി പ്രൊജക്റ്റൊക്കെ ഉണ്ടാക്കി. ഇപ്പം എന്ത് പറ്റി? അതെല്ലാം കുടുക്കായി മാറി. അത് ലോകപ്രകാരമുള്ള കാര്യം. ഭക്തന്മാരായ നമ്മുടെ മക്കൾ കാഹളം ധനിക്കുമ്പോൾ മുകളിലോട്ട് പറക്കുമെന്ന് വേണം ശ്രമിക്കാൻ. അവർക്ക് വേണ്ടി വലിയ വലിയ വിദ്യാഭ്യാസം കൊടുത്ത്, അവർക്ക് വലിയ വലിയ ജോലിയൊക്കെ മേടിച്ചു കൊടുത്ത്, വലിയ വലിയ കോടീശന്മാരെ കൊണ്ട് കല്യാണം നടത്തി. എനിക്കറിയാം, എൻ്റെ ആത്മീയ ബന്ധത്തിലുള്ള പല പ്രിയപ്പെട്ടവരും കാശിന് പോക്കില്ലാടുന്നവരൊക്കെ, കഞ്ഞിക്ക് വകയിലാടുന്നവരൊക്കെ അമേരിക്കയിലും ലണ്ടനിലുമൊക്കെയാണ്. പക്ഷെ അവിടെ മക്കളും അവരുമൊക്കെ പക്ക ജഡീകന്മാരായി ജീവിക്കുക, ലോകപ്രകാരം ജീവിക്കുക. 70-80 സംവത്സരം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കിട്ടുമ്പോൾ അത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദാരിദ്ര്യമാണെങ്കിൽ പോലും ഇടുക്ക് വഴിയിലൂടെ യാത്ര ചെയ്ത് ആ നിത്യതയിൽ ചെന്നെത്തുന്നതല്ലേ അഭികാമ്യം? അതോ ഈ ലോകത്തിൽ കുറേ സുഖിച്ച് പൊളച്ച് കോടീശ്വരന്മാരായി ജീവിച്ച് ലൂക്കോസ് 16 ധനവാന്റെ അടുത്ത് പോയി കിടന്ന് വെള്ളമെന്ന് വിളിക്കുന്നതാണോ നല്ലത്? തീരുമാനിക്കുക നിങ്ങൾ. ഞാനീ പറയുന്നൊന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടണ്ട. ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടാൽ മതി. ആരുടെ ഇഷ്ടത്തിന് പ്രസംഗിക്കാനിരിക്കുന്നവരല്ല ഞങ്ങൾ. ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന വചനങ്ങൾ അതിൻ്റേതായ തനിമയിൽ പ്രസംഗിച്ച് ജനത്തെ കേൾപ്പിക്കാനാണ് ദൈവ നിയോഗം. പണത്തിനു വേണ്ടി, കസേരയ്ക്ക് വേണ്ടി പ്രസംഗിക്കുന്ന വലിയ ശുശ്രൂഷ വൃന്ദങ്ങളാണ് ഇന്ന് ഭൂമിയിൽ സ്വത്രം കുമിളുപോലെ മുളച്ചു വരുന്നത്. ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ എന്നുള്ള വചനം എൻ്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. അതാരും വെട്ടിക്കളഞ്ഞിട്ടില്ല. കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തും എന്ന് വിശ്വസിക്കുന്നു. ഞെരുക്കങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഭാരങ്ങളുണ്ട്. അതെല്ലാം ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവിടെ പിറുപിറുക്കാതെ ജീവിക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴിയുകയും ഭൂമി അതിൻ്റെ പണികളൊക്കെയും വെന്തു പോവുകയും ചെയ്യും. കർത്താവിൻ്റെ വരവിന് സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടാണ് പത്രോസ് ഇവിടെ പറയുന്നത്. കള്ളനെ പോലെ വരുന്നത് സഭയെ ചേർക്കാനാണ്. 2 പ്രത്യക്ഷതയുണ്ട്, രഹസ്യപരവും മഹത്വ പ്രത്യക്ഷതയും. ഹല്ലേലൂയ. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ അവസാനം സംഭവിക്കുന്നതാണ്. ആ നിലയിൽ നമ്മൾ പഠിച്ചെടുത്താൽ മതി. സ്തോത്രം. ഭൂമിയുടെ എൻഡ് എന്നുള്ളത് എന്തായിരിക്കും? ആകാശം കൊടുമുഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. എന്താണ് ഈ മൂലപദാർത്ഥങ്ങൾ? അത് പഠിക്കണ്ടേ? സ്വർണം, വെള്ളി, ചെമ്പ്, അബ്രം, ഈയം, ഇതാണ് മൂലപദാർത്ഥങ്ങളായിട്ട് നമ്മൾ എണ്ണുന്നത്. ഇതുപോലും കത്തി അമർന്നു പോകും, വെന്തുരുകിപ്പോകും. അതുകൊണ്ട് സ്വർണവും വെള്ളിയൊക്കെ വാരിക്കോരി വെച്ചിരിക്കുന്നവർ വിറ്റ് വല്ല ദരിദ്രർക്ക് കൊടുക്കുക. അവരെല്ലാം തിന്നട്ടെ, അവർ വീട് പണിയട്ടെ, അവരുടെ കുഞ്ഞുങ്ങളെ കല്യാണം നടത്തട്ടെ. എനിക്കറിയാം ഭക്തന്മാർ കോടിക്കണക്കിന് ഉണ്ടാക്കി വെച്ചേക്കുന്നവർ. ചിലർ സ്വർണം ഉണ്ടാക്കുന്നില്ല, ചില ഏക്കർ കണക്കിന് തോട്ടങ്ങളാക്കി, ചിലർ ഡോളറാക്കി, ചിലർ യൂറോ ആക്കി, ചിലർ പൗണ്ടാക്കി, സ്വിസ് ബാങ്കിൽ അവിടെ എവിടെയും കൊണ്ടുവന്ന് ഇട്ടിരിക്കുക. ഇതെല്ലാം പിശാച് അടിച്ചുകൊണ്ട് പോകും. ക്രിസ്തു എന്ന് ഭരണം ഏറ്റാൽ, ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുക, ക്രിസ്തുവിൻ്റെ ഭരണം വന്നു കഴിയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം ഇനി പറയുന്ന കാര്യങ്ങൾ. ലോകത്തിൻ്റെ ഭരണം അവൻ്റെ കയ്യിലാണ്.
195 രാജ്യങ്ങളെയും 195 ഭരണാധിപന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന്. എന്നാൽ ദൈവസഭ മാറ്റപ്പെട്ട് യെശുക്രിസ്തു ആൻറ്റി ക്രൈസ്റ്റ് ഈ ലോകം ഭരിക്കാനായിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ അത് ലോക മനുഷ്യർ തന്നെ പറയുന്നുണ്ട്. ഖുറാനിലും ബൈബിളിലും ഒക്കെ വ്യക്തമായി തെളിവുണ്ട്. ബൈബിൾ കൃത്യവും വ്യക്തമായി പറയുന്നുണ്ട്. ഒരു സ്വേച്ഛാധിപതി, ഒരു ഏകാധിപതി, ഇന്ന് അതിൻ്റെ ചോട്ടായ ഏകാധിപതിമാരൊക്കെ ഉണ്ട്. പുടിൻ അതിൽപ്പെട്ടതാ, സദാം അതിൽപ്പെട്ടതായിരുന്നു. ഇറാനിലെ ഇവരൊക്കെ കുറെ സ്വേച്ഛാധിപതിമാരാ. അവർ ലോകത്ത് മുഴുവൻ വെട്ടിപ്പിടിക്കണമെന്ന് വെച്ചവരാ. പക്ഷെ പുഴി നിന്ന് പോയി എല്ലാത്തിനെയും. ഇത്രയൊക്കെ ഉള്ളൂ. എത്ര അഹങ്കരിച്ചാലും, എത്ര ലോകത്തെ കീഴ്പ്പെടുത്താമെന്ന് ശ്രമിച്ചാലും അലക്സാണ്ടറിനേക്കാൾ വലിയവരാരും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്ന് എനിക്ക് തോന്നുന്നു. മഹാസമുദ്രമേ, നീ ഒരു സൈന്യമായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ വെട്ടിപ്പിടിക്കുമായിരുന്നു എന്ന് പ്രസ്താവിച്ച അലക്സാണ്ടർ 33 വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ മരണശേഷം പെട്ടിയിൽ 2 കിഴുത്തയിട്ടിട്ട് 2 കൈകൾ വെളിയിലേക്ക് ഇടണം, ശവശരീരം രാജ്യം കാണിക്കാനായിട്ട് കൊണ്ടു നടക്കണം, സ്വർണ്ണ നാണയങ്ങൾ വിതരണം, അതിൻ്റെ പുറത്തുകൂടി എന്നെ നടത്തണം. കോടിക്കണക്കിന് സമ്പാദിച്ചു വെച്ചു, ഞാൻ ഒത്തിരി സമ്പാദിച്ചു, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല, വെറും കൈയായി ഞാൻ പോകുന്നുവെന്ന് ലോകം അറിയട്ടെ എന്ന് ലോക മനുഷ്യൻ പറഞ്ഞെന്ന് അവൻ രക്ഷിക്കപ്പെട്ട് ദാനപ്പെട്ടതൊന്നുമല്ല. അവന് മനസ്സിലായി അവൻ്റെ ചീട്ട് കീറാൻ പോവാണെന്ന്. ഇത് പലർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് പിശാച് അവരുടെ ഹൃദയത്തിൽ ആ ചിന്തകൾ എടുത്തു കളഞ്ഞിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പുഴുവിനെ പോലെ ചത്തൊടുങ്ങേണ്ടവരാണ് മനുഷ്യൻ. ആവി പോലെ ആയിപ്പോകുന്നവരാണ് മനുഷ്യൻ. പൂ പോലെ പുല്ലുപോലെ കൊഴിഞ്ഞു പോകുന്നവരാണ് മനുഷ്യൻ. നിഴൽ പോലെ മാറിപ്പോകുന്നവരാണ് മനുഷ്യൻ. മനുഷ്യൻ പ്രാണം വിട്ടാൽ അവൻ എവിടെ? മണ്ണോട് മണ്ണ് ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിലേക്കും. അത് ക്രിസ്തുവിനെ നേടിയ ആത്മാവാണെങ്കിൽ, ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച ആത്മാവാണെങ്കിൽ അത് നിദ്രയിൽ വിശ്രമിക്കും. അല്ലാത്ത ആത്മാക്കളെല്ലാം നിത്യമായ നരകാഗ്നിയിലേക്ക് സാത്താൻ വലിച്ചോണ്ട് പോകും. നരകത്തിലേക്കുള്ള കുത്തൊഴുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി ദൈവത്തിന് ഇരുന്ന് നമുക്ക് ജാഗരിക്കാം, പ്രാർത്ഥിക്കാം. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവാൻ, അനേകരെ നിത്യത അവകാശികളാക്കി മാറ്റുവാൻ നമ്മളാൽ ആവോളം നമുക്ക് ശ്രമിക്കാൻ പ്രിയമുള്ളവരെ. ഈ വാക്യം എന്നെ വല്ലാതെ വേദനിപ്പിക്കുക. കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും. ആകാശം കൊടുമുടുക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴിയും. ഭൂമി അതിലുള്ള പണികളെല്ലാം ബന്ധുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കിയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങളെത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. എത്ര വ്യക്തമായിട്ടാണ്, കൃത്യമായിട്ടാണ് പത്രോസ് ഇത് പറയുന്നത്. ഇത് പറയാനുള്ള ജ്ഞാനം തനിക്ക് എങ്ങനെ ഉണ്ടായി? കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത്തിൽ സംഭവിക്കുന്ന വിഷയമല്ലോട്ടെ, ഞാൻ തിരിച്ചത് പറയുക അടുത്ത്. കർത്താവ് അവസാനമായി ഭൂമിയെ നശിപ്പിക്കുന്ന കാര്യമോ പത്രോസ് ഇവിടെ പറയുന്നത്. അത് ആ നിലയിൽ നമ്മൾ പഠിച്ചാൽ മതി. അങ്ങനെ കുറെ തിരുത്തലുകളുണ്ട് വേദപുസ്തകത്തിൽ. ഹല്ലേലൂയ. അത് നമ്മൾ ആത്മാവിൽ ഗ്രഹിച്ചത് പഠിക്കുമ്പോൾ സംഗതി ക്ലിയർ ആവും. ഈ ഭൂമിയെ ദൈവം നശിപ്പിക്കുന്നു എന്ന് തന്നെ പത്രോസ് പറയുന്നത്. പണ്ടുള്ള ആകാശത്തെ ജലപ്രളയത്താൽ നശിച്ചെങ്കിൽ ഇനിയുള്ള ആകാശം ഭൂമിയെ എന്ത് ചെയ്യുന്നു? തീ കൊണ്ട് നശിപ്പിക്കും. ശാസ്ത്രം അത് ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുക. ലോകരാഷ്ട്രങ്ങൾ തമ്മിലൊരു യുദ്ധം നടന്നാൽ ഒരു തീഗോളമായി ഈ ഭൂമി മാറുമെന്ന് ശാസ്ത്രം പറയുന്നു. എത്ര കൃത്യം, വ്യക്തം! അങ്ങനെയെങ്കിൽ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ പത്രോസാണെന്ന് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചപ്പോൾ TP എബ്രഹാം എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ പ്രിൻസിപ്പളുണ്ട്, നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം പറയുമായിരുന്നു, ആദ്യത്തെ ശാസ്ത്രജ്ഞൻ പത്രോസാണ്, പിന്നീടാണ് വന്ന ശാസ്ത്രജ്ഞന്മാരെല്ലാം. അദ്ദേഹം പറഞ്ഞ ഭൂമി തീ കൊണ്ട് നശിച്ചു പോകും. ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരും അതേപോലെ ഏറ്റുപാടുകയാണ്. അപ്പോൾ വചനത്തിൻ്റെ, തിരുവചനത്തിൻ്റെ സത്യം എത്ര വലുതാണെന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ.
അപ്പോൾ ഇവയൊക്കെയും വെന്തൊഴിവാനുള്ളതാകയാൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട്, ആമേൻ, കർത്താവ് യേശു വരണമെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം, ഭക്തിയുള്ളവരായിരിക്കണം. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വിശുദ്ധന്മാരായി ജീവിക്കണം, വിശുദ്ധമതികളായി നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം. ലോകത്തിൻ്റെ അശുദ്ധിയൊന്നും നമ്മളിൽ ഭവിക്കരുത്. അതുകൊണ്ടാണ് കർത്താവ് ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ലോകത്താലുള്ള കളങ്കം പറ്റാതെ നമ്മെ തന്നെ സൂക്ഷിക്കണം. ലോകത്തിൻ്റെ അശുദ്ധി നമ്മളിൽ വരാതെ നമ്മളെ സൂക്ഷിക്കണം, നമ്മളെ കാത്തുകൊള്ളണം, നമ്മളെ നിർമ്മലീകരിക്കണം, നമ്മളെ വെടിപ്പാക്കണം, നമ്മളെ സൂക്ഷിക്കണം. ഈ വലിയ ഉത്തരവാദിത്വം അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലൂടെ നമുക്ക് കർത്താവ് തരികയാണ് ഇന്ന് പകൽക്കാലം. അടുത്ത 13-ാം വാക്യത്തിലേക്ക് വരാം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. നമ്മുടെ കാത്തിരിപ്പ് എന്തിനാ? നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഈ വാക്യം വായിക്കുമായിരുന്നു 40-ാം സങ്കീർത്തനം. 40-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ദാവീദ് കാത്തിരിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുമായിരുന്നു. ഞാനത് വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് തൊട്ടുപോകാൻ താല്പര്യമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവരെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുടിയിൽ നിന്നും കുറഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. എൻ്റെ വായിലൊരു പുതിയ പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അത് കണ്ട് പലരും ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. യഹോവയ്ക്കായി കാത്തിരുന്നു. ദാവീദ് യഹോവയ്ക്കായി കാത്തിരിക്കുന്ന പോലെയല്ല നമ്മൾ കാത്തിരിക്കുന്നത്. പഴയ നിയമ ഭക്തന്മാർ കാത്തിരിക്കുന്ന പോലെ അല്ല നമ്മൾ കാത്തിരിക്കുന്നത്. അത് നിലവിളി കേൾക്കാനാ, അനുഗ്രഹിക്കാനാ, വിടിവിക്കാനാ. നമ്മൾ കാത്തിരിക്കുന്നത് പുതിയ ആകാശം പുതിയ ഭൂമിക്ക് വേണ്ടി, ക്ഷയം പാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ദാവീദിന്റെ കാത്തിരിപ്പും നമ്മുടെ കാത്തിരിപ്പും തമ്മിൽ വലിയ അന്തരംഗമുണ്ട്. നമ്മളത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണമേ. പൊട്ടന്മാരെ പോലെ നമ്മൾ ജീവിക്കരുത്. യഹോവൻ്റെ ഇടിനാവുന്ന എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് ദാവീദ് പറഞ്ഞ സങ്കീർത്തനം വായിച്ച് നമ്മൾ മുട്ടൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് സന്തോഷിച്ച് പോവുകയാണ്. മുട്ടുണ്ടാകും എന്നാ ഞാൻ പ്രസംഗിക്കുന്നത്. എന്താ തെളിവ് പാസ്റ്ററെ? 1 കൊരിന്ത്യർ 11-ാം അധ്യായം 4 മുതൽ വായിച്ചു കൊടുത്തേ. 9 തൊട്ടങ്ങ് വായിച്ചു കൊടുത്തേ. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ 9 മുതൽ. മുട്ടുണ്ടാകുമോ ഇല്ലെന്നറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അത് വചനത്തിലൂടെ ഒന്ന് പറയുക. 4-9 മുതൽ. ഞങ്ങൾ ലോകത്തിൽ ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി, ഞങ്ങൾ കൂത്തുകാഴ്ചയായി തീർന്നെന്ന്. തീർന്നിരിക്കാൻ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ അത് തോന്നുന്നു. ക്രിസ്തു നിമിത്തം അവർ പോഷന്മാരാ. നിങ്ങൾ വിവേകികൾ, ബലഹീനർ, ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, നിങ്ങൾ മാനഹീനർ. ഇനിയുള്ള വാക്യം ശ്രദ്ധിച്ചേ. ഈ നാഴിക വരെ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ല, ഒത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു. സ്വന്തം വേല ചെയ്യാൻ അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിലെ ചവറ് പോലെയും ഇന്ന് വരെ സകലത്തിൻ്റെ അഴുക്കായി മതി. അപ്പോൾ ദാവീദ് പറഞ്ഞു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഇവിടെ മുട്ടുണ്ടോ? ഇവിടെ പട്ടിണിയാ.
കതിര് പറിച്ച് തിന്നത് ഒരു ഷോയ്ക്ക് വേണ്ടിയല്ല, വിശന്നിട്ടാ. കതിര് പറിച്ച് തിന്നത് വിശപ്പടക്കാനാ. ദാവീദ് പറഞ്ഞ് എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഇശായി വീട്ടിൽ വയറ് നിറച്ച് ചാപ്പാട് കൊടുത്തു. ഇഷ്ടംപോലെ ആടുകളുണ്ടല്ലോ നോക്കാൻ. ഒന്നുമില്ലെങ്കിൽ ആട്ടും പാലും വെണ്ണയൊക്കെ ഇഷ്ടം പോലെ തിന്നാം. രാജാവായപ്പോൾ രാജഭോജനം കഴിക്കാം. അതുകൊണ്ട് പുള്ളി എഴുതി വെച്ചു, യഹോവയുടെ ഇടയിൽ എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അതും പാടിക്കൊണ്ട് നമ്മൾ നടക്കല്ലേ. നമുക്ക് മുട്ടുണ്ടാകുമെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പുതിയ നിയമസഭയ്ക്ക് മുട്ടുണ്ടാകും. പുതിയ നിയമസഭ ഇടുക്ക് വഴിയിലൂടെയാണ് പോകുന്നത്. ഇടുക്ക് വാതിലൂടെ അകത്ത് കിടപ്പാൻ പോരാടുവിൻ. ഈ ഇടുക്ക് വാതിൽ ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരും സുബോധം നഷ്ടപ്പെട്ടവരെല്ലാം കൂടി ഇടുക്ക് വഴിയെ വിശാലമായ വഴിയാക്കി വലിച്ചു നീട്ടിയിട്ടിരിക്കുക. എന്നിട്ട് അതിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. നരകത്തിലേക്കാണ് പോക്കുന്നൊരു മുന്നറിയിപ്പ് ഞാൻ തരിക. കാരണം കർത്താവ് പറഞ്ഞത് ഇടുക്ക് വാതിലൂടെ അകത്ത് കിടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കാൻ കഴിയില്ലെന്നാകുന്നു താനും. ഇടുക്ക് വാതിലാണ് അകത്ത് കിടക്കുക, നിത്യതയിലേക്കുള്ള പ്രവേശനം. വിശാലമായ വഴി നാശത്തിലേക്കെന്നാണ് കർത്താവ് ഓടിപ്പിച്ചത്. ഇന്നത്തെ അപ്പോസ്തലന്മാരും ഇന്നത്തെ പാസ്റ്റർമാരും നേരെ തിരിച്ചിട്ടിരിക്കാതെ. അതാണ് ഞാൻ വചനത്തെ കൂട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു, കൂട്ടിയേർക്കുന്നു, മറിച്ച് കളയുന്നു എന്ന് ഞാൻ ഇടപെടാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ധനത്തിൻ്റെ പിറകെ, ഭൗതിക അനുഗ്രഹത്തിൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരും വിശ്വാസികളും കുമിഞ്ഞുകൂടി കിടക്കുക. കുമിഞ്ഞുകൂടി. ഹല്ലേലൂയ. ഇവിടെ സത്യവചനം പറയാൻ, പത്യവചനം പറയാൻ, പത്യോപദേശം പറയാൻ, ഇടുക്ക് വാതിലിനെ കുറിച്ച് പ്രസംഗിക്കാൻ ആളില്ല. ഊതിയിട്ട് ഉന്തിയിട്ട് കൊരപ്പിച്ച് ചിരിപ്പിച്ച് ഛർദിപ്പിച്ച് കോടികൾ ഉണ്ടാക്കി കൊടുക്കുക. അതിൻ്റെ അംശം പറ്റി അവരും ഇവരും കൂട്ട നരകത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. പുതിയ ആകാശം പുതിയ ഭൂമിയെക്കുറിച്ച് യെശയ്യാപ്രവാചകൻ പറയുന്ന ഭാഗം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു പോകാമെന്ന് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. യെശയ്യാപ്രവാചകൻ പറയുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയിലെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചെറിയ തോതിൽ ഒരു ചെറിയ അറിവ്. ഒരു രാജാവ് നീതിയോടെ വാഴും. യെശയ്യാപ്രവചനം 32-ാം അധ്യായം. പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഹല്ലേലൂയ. സ്തോത്രം. ഒരു രാജാവ് നീതിയോടെ വാഴും. പുതിയ ആകാശം പുതിയ ഭൂമിയിൽ. സ്തോത്രം. കുഞ്ഞുങ്ങൾ സർപ്പത്തിൻ്റെ പൊത്തിൽ കൈയിടുമെന്ന് വചനം പറയുന്നുണ്ട്. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും. അത് യെശയ്യാ 55-ന്റെ 3 വാക്യം ഞാൻ വായിക്കുന്നു. തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതികൂലവും വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറവിൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഓമൻ്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവായും തീരും. സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി വന്ന് ഉല്ലാസത്തോടും സിയലിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടാകും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. പുതിയ ആകാശം പുതിയ ഭൂമിയിലെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഞാൻ ഈ വാക്യങ്ങളിലങ്ങ് ഒതുക്കുകയാണ്. അവിടെ മുടന്തനില്ല, ഊമനില്ല, ചെകിടനില്ല, വികലാംഗനില്ല. മുടന്തനായി രക്ഷിക്കപ്പെട്ട പ്രമാണമനുസരിച്ച് ജീവിക്കുന്ന മുടന്തൻ, കുരുടനായി ജീവിച്ച് പ്രമാണമനുസരിക്കുന്ന കുരുടൻ, ചെകിടനായി ജീവിച്ച് പ്രമാണമനുസരിക്കുന്ന ചെകിടൻ,
അവിടെ ചെല്ലുമ്പോൾ ഈ വികലാംഗങ്ങളെല്ലാം മാറും. പുനരുദ്ധാന ശരീരത്തോടെ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം നമ്മളായിരിക്കും. പുതിയ ആകാശം പുതിയ ഭൂമിയിലും ആ സന്തോഷം നമുക്ക് പ്രാപിക്കാൻ കഴിയും. 1000 ആണ്ട് വാഴ്ചയും പുതിയ ആകാശവും പുതിയ ഭൂമിയും രണ്ടും രണ്ടാണ്. പഴയ ആകാശം പഴയ ഭൂമി ചുട്ടരിച്ച് കഴിഞ്ഞിട്ടാണ് പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം 1000 ആണ്ട് വാഴ്ചയിലെ കാര്യങ്ങളാണ്. രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കരുതേ. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ഞാനത് തിരുത്തുന്നത്. പുതിയ ആകാശം പുതിയ ഭൂമി ചെല്ലുമ്പോൾ തന്നെ എല്ലാ അവസ്ഥകൾക്കും വ്യത്യാസം വരും. ആത്മശരീരത്തോടെ സ്വർഗീയ പിതാവിനോടൊപ്പം നമ്മൾ കോടാനുകോടി വർഷം പുതിയ ആകാശം പുതിയ ഭൂമിയിൽ നമ്മൾ വസിക്കും. അതാ ഇവിടെ പറയുന്നത്, എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. അതിനെക്കുറിച്ചൊരു ചെറിയ വിവരണം വേദപുസ്തകത്തിലൂടെ തരുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. 21-ാം അധ്യായം വെളിപ്പാട്. ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമിയും മാറിപ്പോയി, ഒഴിഞ്ഞുപോയി. സമുദ്രമിനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടി വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. മരണമുണ്ടാകുകയില്ല, ദുഃഖവും മറുവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു. ഈ വചനം വായിക്കുമ്പോൾ ആ ഭാഗമൊക്കെ എടുത്ത് വായിക്കണം, നോക്കിയിരിക്കണം. വേദോസ്തത്തെക്കുറിച്ചൊരു അറിവ് നമുക്കുണ്ടാകണം. ലോകത്തിൻ്റെ അറിവ് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുന്നവരാണ് നിത്യതയ്ക്ക് പോകാനിടയായി തീരുന്നത്. വചനം വായന പ്രാർത്ഥന എന്ന് വിശ്വാസികൾക്കില്ല. സ്തോത്രം. കൊരിന്ത് സഭ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി, വിശ്വാസത്തിൽ സമ്പന്നരായി, പ്രത്യാശയിൽ സമ്പന്നരായി. ഇന്നത്തെ വിശ്വാസികൾ ഭൗതികത്തിൽ സമ്പന്നരായി. അമേരിക്കൻ ഡോളറും യൂറോ ഡോളറും പൗണ്ടും റിയാലും എന്ന് വേണ്ട വിദേശ കറൻസികൾ കൊണ്ട് വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരെ തിരിച്ചാ പറയുന്നത്. അത് ഭൗതിക അനുഗ്രഹമാണ്, അത് ദൈവം തരുന്നതല്ല. അത് ഏറെയും സാത്താനാണ് തരുന്നത്. ദൈവം തരുന്നത് ഉണ്മാനും ഉടുക്കാനും ഒക്കെ ഉണ്ടാവുള്ളൂ. അധികം കിട്ടുന്നെങ്കിൽ അത് പിശാചിനാണ് തരുന്നത്. നിന്റെ ചീട്ട് കീറാൻ വേണ്ടി തരുന്നതാ. ഈ ഓർമ്മ നമുക്കുണ്ടാകണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ എന്തില്ല? കണ്ണുനീരില്ല, മരണമില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, കഷ്ടതയില്ല. പുനരുദ്ധാന ശരീരം പ്രാപിച്ച് നമ്മൾ ദൈവത്തോടൊപ്പം അവിടെ ആയിരിക്കും. എത്ര മനോഹരമായൊരു അനുഭവമാണത്. അതിനുവേണ്ടിയല്ലേ ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത്? അതോ വേറെ വല്ലതിനും വേണ്ടിയാണോ? വിദേശത്ത് മക്കൾ വരാൻ കാത്തിരിക്കുന്ന അപ്പനും അമ്മയും ആ കാത്തിരിപ്പ് ദൈവരാജ്യത്തിന് വേണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ വിദേശ നന്മകൾ കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതൊക്കെ കള്ളപ്രവാചകന്മാർ കള്ളപ്രവചനം പറയും കേട്ടോ. അത് വിശ്വസിക്കരുത്. വിദേശത്ത് നന്മ വരുന്നെങ്കിൽ വല്ല ഭൗതികം കിട്ടുന്നെങ്കിൽ ഞാനതിനെതിരല്ല. പക്ഷെ അത് ദൈവാനുഗ്രഹമായി ചിത്രീകരിച്ച് കാശില്ലാത്തവരെ താറടിക്കുന്ന കള്ളപ്രവാചകന്മാർ, ദുരുപദേഷ്ടകന്മാർ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനവരെയൊക്കെ അവസരം കിട്ടുമ്പോൾ പിടിക്കുന്ന ആളാണ്. കാരണം എനിക്കറിയാം യഥാർത്ഥ അനുഗ്രഹം എന്താണെന്ന് കർത്താവിനെ പഠിപ്പിച്ചു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം. അപ്പോൾ ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. പുതിയ നിയമസഭയെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ആത്മീയ അനുഗ്രഹം കൊണ്ടാണ്, ഭൗതിക അനുഗ്രഹം കൊണ്ടല്ല. ഉൽപ്പത്തി 13
അബ്രഹാമിനെ വെള്ളിയും പൊന്നും ദാസീദാസന്മാരും ആടുമാടുകളെയും കൊണ്ട് അനുഗ്രഹിച്ചു മഹാസമ്പന്നനായിരുന്നു. സ്തോത്രം. ലോത്തും അതേ സമ്പത്ത് ഉണ്ടാക്കാൻ ഓടി, അവസാനം വലഞ്ഞു പോയി, ഭാര്യ ഉപ്പുതൂണായി. ദർശനമുള്ള അബ്രഹാം ദൈവത്തെ ആരാധിച്ചും ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ അവൻ മുമ്പോട്ട് പോയി. മറ്റവൻ ഭൗതിക അനുഗ്രഹത്തിൻ്റെ തിമിർപ്പിൽ നീരോട്ടം മുഴുവൻ കുറ്റിയടിച്ച് പേരിക്കൂട്ടി കരമടച്ച് രസീതും കൊണ്ട് അലമാരെ വെച്ചിട്ട് അവസാനം വലഞ്ഞ് വലഞ്ഞ് വലഞ്ഞു പോയെന്നാ പത്രോസ് പഠിപ്പിച്ചത്. ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായിപ്പോയി, ഡെഡായിപ്പോയെന്നാണ് കർത്താവും പഠിപ്പിച്ചത്. ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അടുത്ത വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ആ 13-ാം വാക്യത്തിൽ, എന്നാൽ നാം അവൻ്റെ നീതി വസിക്കുന്ന, ഒന്നാം അവൻ്റെ വാക്യത്തെ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് 14-ാം വാക്യം, അതിൻ്റെ ആരംഭം ഒന്ന് വായിക്കാം. അങ്ങനെ നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട്, അങ്ങനെ കാത്തിരിക്കുന്നത് കൊണ്ട്